വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കമലൻ ഫോൺ ചെയ്ത് ശാലിനിയോട് ചോദിക്കുകയാണ്, ഇപ്പോൾ ഏട്ടത്തിയമ്മയ്ക്ക് വിശ്വാസമായി എന്ന് പറഞ്ഞിട്ട് ശാലിനി ചോദിക്കുകയാണ്, അവരിപ്പോൾ അവിടെയുണ്ടോ? ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് കമലൻ രാജേശ്വരിയും സുസ്മിതയും ഇരുന്ന സ്ഥലത്തേക്ക് നോക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും അവരവിടെ നിന്നും പോയി കഴിഞ്ഞു. കമലൻ ശാലിനിയോട് പറയുകയാണ്, ഇല്ല ഏട്ടത്തിയമ്മേ, അവരിവിടെ നിന്നും പോയി. അന്നേരം ശരിയെന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് ശാലിനി. ഫോൺ വെച്ച ശേഷം ശാലിനി അന്ന് കല്യാണ പന്തലിൽ സുസ്മിത തകർത്താടിയ സംഭവങ്ങളൊക്കെ ഓർമ്മിക്കുകയാണ്. ആധാരം എന്ന് പറയുന്നത് കെട്ടിച്ചമച്ച ഒരു കഥയാണ്. ആ ആധാരമൊന്നും ഇവരുടെ കയ്യിലില്ല എന്നൊക്കെ സുസ്മിത പറഞ്ഞതായ കാര്യങ്ങൾ ഓർത്തു നിൽക്കുകയാണ് ശാലിനി സ്വയം പറയുകയാണ്, എല്ലാം ചെയ്തു വെച്ചിട്ട് ഒരു കുടുംബത്തിന്റെ കണ്ണീരും ഒരു പെൺകുട്ടിയുടെ താലിഭാഗ്യവും ഒക്കെ ഇല്ലാതാക്കി വച്ചിട്ട് ഇരുന്ന് രസിക്കുകയായിരുന്നു അല്ലേ? കാണിച്ചു തരുന്നുണ്ടടി നിനക്ക് ഞാൻ. അത്രയും പറഞ്ഞിട്ട് ഫോൺ കൊണ്ടുപോയി ആ വീഡിയോ രാഘവൻ നായരെ കാണിക്കുകയാണ് ശാലിനി. വീഡിയോ കണ്ട് ആകെ ഞെട്ടുകയാണ് രാഘവൻ നായർ. ഫോൺ തിരികെ ശാലിനിക്ക് കൊടുത്തിട്ട് പറയുകയാണ്, ഫാമ വന്നാലുടനെ ആ വിഷജന്തുവിനെ അടിച്ചു പുറത്താക്കണം മോളെ. അത് തന്നെയാ അച്ഛ എൻ്റെയും തീരുമാനമെന്ന് ശാലിനി പറയുന്നു. അതേസമയം അവിടേക്ക് എത്തുകയാണ് സുസ്മിത. ഓട്ടോയിൽ നിന്നും ഇറങ്ങി അകത്തേക്ക് കയറുന്ന സുസ്മിത ശാലിനിയും രാഘവൻ നായരെയും കണ്ടു ചോദിക്കുകയാണ്, എന്തോ വലിയ ചർച്ച നടക്കുകയാണെന്ന് തോന്നുന്നല്ലോ. നമ്മളും കൂടി ഒന്നറിഞ്ഞോട്ടെ, എന്തു പറഞ്ഞാലും ഈ വീട്ടിലെ അന്തേവാസിയല്ലേ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറുകയാണ് സുസ്മിത. ദേഷ്യത്തോടു കൂടി ശാലിനി പറയുകയാണ്, ആ സുഖവാസത്തിന്റെ കാലാവധി തീരുകയാണ് സുസ്മിതയെ. അക്കാര്യം തന്നെയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അന്നേരം സുസ്മിത പറയുകയാണ്, നിന്റെ അച്ഛനെന്ന് പറഞ്ഞ് നീയും നിന്റെ അമ്മയുമൊക്കെ ചൂണ്ടിക്കാട്ടുന്ന ഒരാളുണ്ടല്ലോ, അയാൾ വിചാരിച്ചാൽ പോലും അത് നടക്കാൻ പോകുന്നില്ല. സുസ്മിതയുടെ ആ സംസാരം കേട്ട് ആകെ കലിതുള്ളി ശാലിനി സുസ്മിതയെ ആഞ്ഞടിക്കുകയാണ്. സുസ്മിതയെ ശാലിനി അടിക്കുമ്പോൾ അത് കണ്ട് സന്തോഷിച്ച് ചിരിക്കുകയാണ് രാഘവൻ നായർ. അടികൊണ്ട ദേഷ്യത്തിൽ സുസ്മിത ചോദിക്കുകയാണ്, എന്നെ നീ തല്ലിയോ? എന്ത് ധൈര്യമാടി ചായക്കടക്കാരിയുടെ മോൾക്ക്? കൈയുയർത്തി ശാലിനി പറയുകയാണ്, നിന്നെ തല്ലാൻ ധൈര്യത്തിന്റെ ആവശ്യമൊന്നും വേണ്ടടി, കയ്യൂക്കുണ്ടായാൽ മാത്രം മതി. അത് കേട്ട് ദേഷ്യത്തോടുകൂടി എടിയെന്ന് സുസ്മിത വിളിക്കുമ്പോൾ വീണ്ടും ശാലിനി സുസ്മിതയെ അടിക്കാനായി കൈയോങ്ങുകയാണ്. പക്ഷെ സുസ്മിത അത് തടുക്കുന്നു. ശാലിനിയുടെ കൈ തട്ടിക്കളഞ്ഞിട്ട് സുസ്മിത രാഘവൻ നായരോട് ചോദിക്കുകയാണ്, അങ്കിൾ ഇതൊന്നും കാണുന്നില്ലേ? എന്നെ എവിടെ ഇട്ട് തല്ലുന്നത്? എനിക്ക് ചോദിക്കാനും പറയാനുമൊന്നും ആരുമില്ലേ? അന്നേരം ദേഷ്യത്തോടെ രാഘവൻ നായർ പറയുകയാണ്, എനിക്ക് കൈക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് സുസ്മിതെ, അല്ലെങ്കിൽ ഞാനും പൊട്ടിച്ചേനെ നിനക്കിട്ട് 2 എണ്ണം. അതിന് മാത്രം വലിയ കുറ്റം ഞാൻ എന്താ ചെയ്തത്? ഇവളുടെ അച്ഛനെ പറഞ്ഞതാണോ എന്ന് ചോദിക്കുകയാണ് സുസ്മിതയുടെ മുൻപിലേക്ക് ചെന്ന് നിന്നിട്ട് ധൈര്യത്തോടു കൂടി ശാലിനി പറയുകയാണ്, സോറി സുസ്മിതെ, ഈ അടി ആ അക്കൗണ്ടിലേക്കുള്ളതല്ല. ചൂണ്ടിക്കാണിക്കാൻ എനിക്കൊരു അച്ഛനുണ്ടല്ലോ, ആ മനുഷ്യന്റെ പേര് പറയുന്നത് എവിടെയും എനിക്കൊരു അപമാനമല്ല. പിന്നെ എന്താടി ഞാൻ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ വീണ്ടും സുസ്മിതയുടെ കരണം നോക്കി ആഞ്ഞടിക്കുകയാണ് ശാലിനിയുടെ അടി കൊണ്ട് സോഫയിലേക്ക് വീഴുകയാണ് സുസ്മിത. അന്നേരവും മനസ്സുകൊണ്ട് സന്തോഷിക്കുകയാണ് രാഘവൻ നായർ. സോഫയിൽ ഇരുന്നു കൊണ്ട് തന്നെ കവിള് തടവി എടി ശാലിനി എന്ന് സുസ്മിത വിളിക്കുമ്പോൾ കൈ ചൂണ്ടി ശാലിനി പറയുകയാണ്, മിണ്ടരുത്. എൻ്റെ വീടിൻ്റെ ആധാരത്തിന് പകരം ഈ വീടിൻ്റെ ആധാരം മാറ്റിവെച്ചതിന്, അതിനാണ് ഈ അടി. എൻ്റെ പാമ ശാരികേച്ചിയുടെ കല്യാണം മുടക്കിയതിന്. അത് കേട്ട് ഞെട്ടലോടെ എഴുന്നേൽക്കുകയാണ് സുസ്മിത. വീണ്ടും ശാലിനി പറയുകയാണ്, എല്ലാം ചെയ്തു വെച്ചിട്ട് സത്യാമ്മയടക്കം എല്ലാവരെയും കോമാളിയാക്കിയതിന്, എന്നിട്ട് അത് കണ്ട് രസിച്ചതിന്, ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാൻ ശ്രമിച്ചതിന്, ഏറ്റവും ഒടുവിൽ എൻ്റെ വീടിൻ്റെ ആധാരം രാജേശ്വരിക്ക് കൊണ്ടുപോയി കൊടുത്തതിന്. അന്നേരം സുസ്മിത ചോദിക്കുകയാണ്, അതൊക്കെ ഞാനാണ് ചെയ്തതെന്ന് എന്തേലും തെളിവുണ്ടോ? തുടർന്ന് രാഘവൻ നായരോട് പറയുകയാണ്, എന്നോടുള്ള വൈരാഗ്യം കൊണ്ട് ഇവള് കെട്ടിച്ചമയ്ക്കുന്ന കഥകളൊക്കെയാണ് ഇത്. അത് കേട്ട് വീണ്ടും ദേഷ്യപ്പെട്ട് ശാലിനി, കഥ അല്ലേ, ആണോടി എന്നും പറഞ്ഞ് സുസ്മിതയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ശാലിനിയുടെ ഭാവമാറ്റത്തിൽ വീണ്ടും പകച്ച് പിറകോട്ട് മാറുകയാണ് സുസ്മിത. ആണോടി, നീ പറ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ശാലിനി. തുടർന്ന് ശാലിനി പറയുകയാണ്, തെളിവുണ്ടടി, ദൈവം സാക്ഷി. എത്ര ആസൂത്രിതമായിട്ട് കുറ്റം ചെയ്താലും ഒരു തെളിവ് ബാക്കി കിടക്കുമെന്ന് നീ കേട്ടിട്ടില്ലേ? അതാണ് ദൈവത്തിന്റെ കൈയെന്ന് പറയുന്നത്. വീണ്ടും സുസ്മിത ചോദിക്കുകയാണ്, എന്ത് തെളിവുണ്ടെന്നാണ് നീ പറയുന്നത്? ആന്റിയോട് പറഞ്ഞു കൊടുക്കും ഞാൻ. ഇതിന്റെ എല്ലാം പലിശയെല്ലാം കൂടി ചേർത്ത് നിനക്ക് തരും ഭാമാന്റി. അത് കേട്ട് രാഘവൻ നായർ പറയുകയാണ്, അവള് പ്രീതിയെയും കൂട്ടി അമ്പലത്തിലേക്ക് പോയത് നിന്റെ ഭാഗ്യം. അല്ലെങ്കിൽ ഇവള് തന്നതിന്റെ ഇരട്ടി കിട്ടിയനെ നിനക്ക് ഫാമയുടെ കയ്യിൽ നിന്നും. അന്നേരം രാഘവൻ നായരുടെ അടുത്തേക്ക് ചെന്ന് സുസ്മിത പറയുകയാണ്, അപ്പോൾ ആന്റി ഇല്ലാത്ത തക്കം നോക്കി കിച്ചൺ ക്യാബിനറ്റ്
കൂടി കള്ളക്കഥയുണ്ടാക്കി എന്നെ കൊല്ലാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണോ? ഇവളുടെ കയ്യിൽ എന്ത് തെളിവുണ്ടെന്നാണ് പറയുന്നത്? ഓഹോ, തെളിവ് അല്ലേ എന്ന് പറഞ്ഞ് മൊബൈൽ ഓണാക്കി കാണടി എന്ന് പറഞ്ഞ് സുസ്മിതയ്ക്ക് നേരെ കാണിക്കുകയാണ് ശാലിനി. വീഡിയോ കണ്ട് ഇതെങ്ങനെ എന്ന് ചിന്തിച്ച് നിൽക്കുകയാണ് സുസ്മിത. ആകെ ഞെട്ടി സുസ്മിത നിൽക്കുമ്പോൾ ശാലിനി പറയുകയാണ്, അതാടി പറഞ്ഞത് ദൈവത്തിൻ്റെ കൈയെന്ന്. നീ ഇപ്പോൾ ആധാരം കൈമാറിയ റെസ്റ്റോറൻറ്റിൽ കമലനുണ്ടായിരുന്നു, വിഷ്ണുവേട്ടൻ്റെ കൂട്ടുകാരൻ. അവിടെ നിന്ന് നല്ല ചൂടായിട്ട് പകർത്തിയതാണ് എന്ന് പറഞ്ഞ് വീണ്ടും സുസ്മിതയെ അടിക്കുകയാണ് ശാലിനി. വീണ്ടും അടികൊണ്ട് കവിളും തടവി സുസ്മിത നിൽക്കുമ്പോൾ ശാലിനി ചോദിക്കുകയാണ്, കൊള്ളാമല്ലോ, കിച്ചൺ ക്യാബിനറ്റ് കൂടി മെനഞ്ഞുണ്ടാക്കിയ കള്ളക്കഥ അല്ലേടി? സുസ്മിതയുടെ കൈ പിടിച്ച് തിരിച്ചിട്ട് ശാലിനി പറയുകയാണ്, നിന്നെ ഇവിടെ നിന്നും പുഴുത്ത പട്ടിയെപ്പോലെ അടിച്ചിറക്കാനുള്ള ധൈര്യം ശാലിനിക്ക് ഇല്ലാഞ്ഞിട്ടല്ല. നിന്റെ ഫാമാൻറ്റി തരുന്ന കൂലി കൂടി വാങ്ങിച്ചിട്ട് വേണം നീ ഇവിടെ നിന്നും തലകുനിച്ചിറങ്ങാൻ. രാഘവൻ നായർ പറയുകയാണ്, സുസ്മിതയെ ഫാമ ഒരിക്കലും ഇത് പൊറുക്കില്ല. അവള് സത്യത്തിന്റെ പക്ഷത്തെ നിൽക്കൂ. ഒരു പെണ്ണിന്റെ മംഗല്യഭാഗ്യമാണ് നീ ഇല്ലാതാക്കിയത്. അത് ഒരു മനുഷ്യ സ്ത്രീയും ചെയ്യുന്ന പ്രവൃത്തിയല്ല. തുടർന്ന് ശാലിനി പറയുകയാണ്, എടി നിന്റെ സ്ഥാപക ജംഗമങ്ങളെല്ലാം എടുത്ത് ബാഗ് പൂട്ടിക്കോ സുസ്മിതേ. നിന്റെ ഇവിടത്തെ പൊറുതി കഴിഞ്ഞു. സത്യാമ്മ എത്തിയാലുടനെ നിനക്കിവിടെ നിന്നും പടിയിറങ്ങാം. ഒരിക്കലും തിരിച്ചുവരവില്ലാത്ത ഒരു യാത്ര. അന്നേരം ആകെ ഭയപ്പെട്ട് എന്തോ ചിന്തിച്ചു നിൽക്കുകയാണ് സുസ്മിത. ശാലിനി പറയുകയാണ്, സുസ്മിതേ, കഥ പകുതിയേ ആയിട്ടുള്ളൂ. ഇപ്പോൾ ചെറിയൊരു ഇന്റർവെല്ലാണ്. രണ്ടാമത്തെ പകുതിക്ക് വേണ്ടി നീ റെഡി ആയിക്കോ. ശാലിനിക്ക് മറുപടിയൊന്നും കൊടുക്കാതെ അകത്തേക്ക് പോവുകയാണ് സുസ്മിത. തുടർന്ന് ശാലിനി ആലോചിക്കുന്നത് വിഷ്ണു പറഞ്ഞ കാര്യങ്ങളാണ്. ആധാരം താനല്ല എടുത്തു മാറ്റിയതെന്നും പോളച്ചനോട് തൻ്റെ ആധാരമാണ് കൊണ്ടു ചെല്ലുന്നത് എന്ന് വിചാരിച്ചാണ് താൻ വിളിച്ചു പറഞ്ഞത് എന്നൊക്കെയായ കാര്യങ്ങൾ വീണ്ടും ശാലിനി സ്വയം പറയുകയാണ്. വെറുതെ ആ പാവത്തിനെ തെറ്റിദ്ധരിച്ചു. അതേസമയം അവിടേക്ക് വിഷ്ണു വരികയാണ്. വിഷ്ണുവിനെ കണ്ട് സ്നേഹത്തോടു കൂടി നോക്കുകയാണ് ശാലിനി. പക്ഷേ ശാലിനി അവിടെ നിൽക്കുന്നത് കണ്ട് ഇനി തന്നോട് ദേഷ്യപ്പെടുമോ എന്നൊന്നും പേടിച്ച് ഒന്നും പറയാതെ അകത്തേക്ക് പോകാൻ തുടങ്ങിയാണ് വിഷ്ണു. അന്നേരം ശാലിനി സ്നേഹത്തോടു കൂടി എവിടെ പോയതാ എന്ന് ചോദിക്കുന്നു. ഓർക്കാപ്പുറത്ത് ശാലിനിയുടെ ആ സ്നേഹത്തോടുള്ള ചോദ്യം കേട്ട് വിഷ്ണു ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ്. ഇനി എന്നോടാണോ ചോദിച്ചത് എന്ന ഭാവത്തിൽ. അന്നേരം ശാലിനി പറയുകയാണ്, ഇയാളോട് തന്നെയാണ് ചോദിച്ചത്. വിശ്വസിക്കാനാവാതെ ഞാൻ പുറത്തുനിന്ന് പോയതാ എന്ന് പറഞ്ഞൊപ്പിക്കുകയാണ് വിഷ്ണു. അത്രയും പറഞ്ഞ് വിഷ്ണു മുകളിലേക്ക് കയറാൻ ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് വീണ്ടും ശാലിനി ചോദിക്കുകയാണ്, അതെ, എന്തെങ്കിലും കഴിച്ചതാണോ? ആകെ ഞെട്ടി ഒന്നും മനസ്സിലാകാതെ വായും തുറന്നു നിൽക്കുകയാണ് വിഷ്ണു. അന്നേരം വീണ്ടും ശാലിനി ചോദിക്കുകയാണ്, അല്ല, എന്തെങ്കിലും കഴിച്ചതാണോ എന്ന്? ഇവിടെ ചൂട് ഇഡ്ഡലിയും ചമ്മന്തിയും ഉണ്ട്, എടുക്കട്ടെ? ഒന്ന് ചിന്തിച്ച് കണ്ണൊക്കെ ഒന്ന് നല്ലവണ്ണം തുറന്ന് വിഷ്ണു പറയുകയാണ്, ഞാൻ പുറത്തുനിന്ന് കഴിച്ചു. തുടർന്ന് വിഷ്ണു ചോദിക്കുകയാണ്, പനി കുറവുണ്ടല്ലോ അല്ലേ? കുറവുണ്ടെന്നല്ല, വിട്ടു എന്ന് തന്നെ പറയാമെന്ന് ശാലിനി പറയുന്നു. നന്നായി ഒന്ന് വിയർത്തു. വീണ്ടും ശാലിനി ചോദിക്കുകയാണ്, എന്നാലേ ഒരു കോഫി എടുക്കട്ടെ? ഓ കോഫി കുടിക്കാമെന്ന് പറയുകയാണ് വിഷ്ണു. അച്ഛനെന്ന് ചോദിക്കുമ്പോൾ രാഘവൻ നായർ പറയുകയാണ്, നിന്റെ കൈകൊണ്ടുള്ള കോഫിയല്ലേ, ഒന്ന് എനിക്കും ആയിക്കോട്ടെ. തുടർന്ന് ശാലിനി അടുക്കളയിലേക്ക് പോവുകയാണ്. പോകുമ്പോഴും തിരിഞ്ഞ് വിഷ്ണുവിനെ തന്നെ നോക്കുന്നുണ്ട്. വിശ്വസിക്കാനാവാതെ ഇതെന്തായി സംഭവിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണ് വിഷ്ണു. വിഷ്ണുവിൻ്റെ ആ ഞെട്ടിയുള്ള വെപ്രാളമൊക്കെ കണ്ട് രാഘവൻ നായർ പറയുകയാണ്, ഡാ ഇങ്ങോട്ടിരിക്കടാ. ശാലിനി പോയ വഴിയെ തന്നെ വീണ്ടും വിഷ്ണു നോക്കി നിൽക്കുമ്പോൾ ഇരിക്കടാന്ന് പറയുകയാണ് രാഘവൻ നായർ. അതേസമയം റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് സ്വയം പറയുകയാണ് സുസ്മിത, എല്ലാം കയ്യിൽ നിന്നും പോയല്ലോ. എങ്ങനെയാ ഇനി ഇതിൽ നിന്നും ഒന്ന് തലയൂരുക? ആ വീഡിയോ എങ്ങനെ അവളുടെ കയ്യിലെത്തിയത്? അതിനേക്കാൾ വലിയൊരു തെളിവ് ഇനി വേണോ? റെസ്റ്റോറൻറ്റിൽ വെച്ച് രാജേശ്വരിയെ കാണാമെന്ന് പറഞ്ഞത് തന്നെ മണ്ടത്തരമായി പോയി. ഇനിയിപ്പോൾ ഇതെല്ലാവരും അറിയുമല്ലോ ദൈവമേ. ആൻറ്റിയുടെ വീടിൻ്റെ ആധാരം പണയം വെച്ച് ശാലിനിയെ പ്രതിയാക്കാൻ ഞാൻ നാടകം കളിച്ചു എന്നൊക്കെ എല്ലാവരും അറിയുമല്ലോ എന്നൊക്കെ ചിന്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും റൂമിൽ നടക്കുകയാണ് സുസ്മിത. ശാലിനി ഇനിയിപ്പോൾ വിശുദ്ധയാവും. ഇനിയിപ്പോൾ ഈ വീട്ടിൽ എനിക്ക് നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ആൻറ്റി എന്നെ അടിച്ചു പുറത്താക്കുമെന്ന് ഉറപ്പാണ്. ഇനി എങ്ങനെ ഞാൻ വീട്ടിലേക്ക് കയറി ചെല്ലും? ഒരു ആന മടയത്തരം കാട്ടി ഈ സ്വത്തെല്ലാം നഷ്ടമാക്കി എന്നറിഞ്ഞാൽ അമ്മ എന്നെ അടിച്ചു പുറത്താക്കും. എന്താ ഒരു വഴി എന്നൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ് സുസ്മിത. അതേസമയം ശാലിനി കോഫിയുമായി വരികയാണ്. ആദ്യം വിഷ്ണുവിന് കോഫി നീട്ടുകയാണ് ശാലിനി. കൈയൊക്കെ വിറച്ച് കോഫി എടുക്കുന്നു വിഷ്ണു. അതിനുശേഷം രാഘവൻ നായർക്കും കൊടുക്കുകയാണ് ശാലിനി കോഫി. അതിനുശേഷം ശാലിനി അതെ എന്ന് വിഷ്ണുവിനെ വിളിക്കുകയാണ്. എന്താന്ന് വിഷ്ണു നോക്കുമ്പോൾ കോഫി കുടിക്ക്, ഞാൻ പറയാമെന്ന് ശാലിനി പറയുന്നു.
തുടർന്ന് ശാലിനി പറയുകയാണ്, അത് പിന്നെ ആ ആധാരത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയാൻ വന്നത്. അന്നേരം വിഷ്ണു പറയുകയാണ്, ശാലിനി ഞാൻ അതൊന്നും അറിഞ്ഞതല്ല. അത് കേട്ട് ശാലിനി പറയുകയാണ്, അതെനിക്കെല്ലാം മനസ്സിലായി. ആധാരം മാറ്റിയ ആളെ കിട്ടി. അന്നേരം അമ്പരപ്പോടെ ആര് എന്ന് ചോദിക്കുകയാണ് വിഷ്ണു. സുസ്മിത എന്ന് ശാലിനി പറയുമ്പോൾ സുസ്മിതയോ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് എണീക്കുകയാണ് വിഷ്ണു. അവളാണ് ആധാരം മാറ്റിവെച്ചതും കള്ളക്കളിയൊക്കെ കളിച്ച് എൻ്റെ ശാരികേച്ചിയുടെ കല്യാണം മുടക്കിയതും എന്ന് ശാലിനി പറയുന്നു. അവളെയൊക്കെ ഇനി എന്താ ചെയ്യേണ്ടത് എന്നും പറഞ്ഞ് കൈയും ചുരുട്ടി പിടിച്ച് മുന്നോട്ട് നടക്കുന്ന വിഷ്ണുവിനെ തടയുകയാണ് രാഘവൻ നായർ. നീ ഇനിയിപ്പോൾ ഒന്നും ചെയ്യേണ്ട വിഷ്ണു എന്ന് പറയുന്നു. നീ കൈവച്ചാൽ സുസ്മിത അത് താങ്ങില്ല. മാത്രവുമല്ല ആണ് പെണ്ണിനെ തല്ലാൻ പാടില്ല, എന്തു പ്രശ്നമുണ്ടായാലും. അന്നേരം ദേഷ്യം സഹിക്കാനാവാതെ നിൽക്കുകയാണ് വിഷ്ണു. രാഘവൻ നായർ പറയുകയാണ്, ഈ പ്രശ്നം നിന്റെ അമ്മ കൈകാര്യം ചെയ്തോളും. അന്നേരം വിഷ്ണുവിനെ കമലൻ ഫോൺ ചെയ്യുകയാണ്. കമല പറയടാ എന്ന് പറയുമ്പോൾ എന്തോ കമലൻ പറയുകയാണ്. ആ ശരി, ഞാൻ ഇപ്പോൾ വരാമെന്ന് വിഷ്ണു പറയുന്നു. അതിനുശേഷം അച്ഛാ എനിക്കൊന്ന് പുറത്തു പോകണമായിരുന്നു എന്ന് വിഷ്ണു പറയുന്നു. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, നീ ധൈര്യമായിട്ട് പോയിട്ട് വാടാ മോനെ. നീ പോയിട്ട് വരുമ്പോഴേക്കും ആ വിഷജന്തുവിനെ ചവിട്ടി എറിഞ്ഞിട്ടുണ്ടാവും ഈ വീട്ടിൽ നിന്നും നിന്റെ അമ്മ. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരു ശല്യം ഒഴിഞ്ഞു എന്ന് നിനക്ക് സമാധാനിക്കാം. അന്നേരം പോയിട്ട് വരാമെന്ന് ശാലിനിയോട് പറഞ്ഞിട്ട് പോവുകയാണ് അവിടെ നിന്നും വിഷ്ണു പോയ ശേഷം രാഘവൻ നായർ പറയുകയാണ്, ഭാമയെ പറഞ്ഞാൽ മതിയല്ലോ, പലതവണ തൊണ്ടിയോടുകൂടി പിടികൂടിയതാണ് അവളെ. എല്ലാവർക്കും അതൊക്കെ അറിയാം. എന്നിട്ടും ഭാമ അതെല്ലാം അങ്ങ് ക്ഷമിച്ചു. മകൻ കാരണം അവളുടെ കല്യാണം മുടങ്ങിയല്ലോ എന്ന സെന്റിമെന്റ്സ് ആണ് ഭാമയ്ക്ക്. അവളാണെങ്കിലോ വിഷ്ണുവിനെ വിട്ട് എങ്ങും പോവുകയുമില്ല. ഭാമയൊഴികെ എല്ലാവർക്കും അതറിയുകയും ചെയ്യാം. വിഷജന്തുവിനെ വീട്ടിൽ കയറ്റി പാർപ്പിച്ചിരിക്കുന്നു. ആൾക്കാരെ മനസ്സിലാക്കാൻ ഭാമയ്ക്ക് ഇത്ര കഴിവില്ലെന്ന് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിപ്പോകും. ഏതായാലും സുസ്മിതയ്ക്ക് ഇത്തവണ മാപ്പില്ല എന്ന് പറയുകയാണ് രാഘവൻ നായർ ശാലിനിയോട്. അന്നേരവും സുസ്മിത റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് രക്ഷപ്പെടാനുള്ള വഴികളൊക്കെ ആലോചിക്കുകയാണ്. അതിനുശേഷം സത്യഭാമ അമ്പലത്തിൽ നിന്നും തിരികെ വരുന്നുണ്ടോയെന്ന് ജനലിൽ കൂടെ നോക്കുന്നുണ്ട് സുസ്മിത. അതേസമയം അവിടേക്ക് സത്യഭാമയുടെ കാർ വരുന്നത് കണ്ട് ആകെ പരിഭ്രമിച്ച് നിൽക്കുകയാണ് സുസ്മിത. കാറിന്റെ ശബ്ദം കേട്ട് രാഘവൻ നായർ പറയുകയാണ്, ഭാമയും പ്രീതിയും വന്നെന്ന് തോന്നുന്നു. ഇത്തവണ അവൾ എന്തായാലും വെറുതെ വിടരുത് മോളെ. ജനലിൽ കൂടി സത്യഭാമയെ കണ്ട് സുസ്മിത ചിന്തിക്കുകയാണ്, ദൈവമേ, ഭാമ ആൻറ്റി വന്നു, ഇനി എന്താകുമോ എന്തോ. ആകെ ടെൻഷനോടുകൂടി സുസ്മിത ചിന്തിക്കുകയാണ്, എങ്ങോട്ട് പോയി ഒളിക്കും ഭഗവാനെ. ഭൂമി തുരന്ന് പാതാളത്തിലേക്ക് പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അങ്ങനെയൊക്കെ ചിന്തിച്ച് കണ്ണാടി നോക്കി നിൽക്കുകയാണ് സുസ്മിത. അന്നേരം അകത്തേക്ക് വരുന്ന ഭാമയോട് രാഘവൻ നായർ പറയുകയാണ്, ഭാമേ, ദേ ശാലിനിക്ക് എന്തോ പറയാനുണ്ടെന്ന്. എന്താണാവോ എന്ന് ഭാമ ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, സത്യാമ്മയുടെ മകളെപ്പോലെ നിർത്തിയിരിക്കുന്ന സുസ്മിതയെക്കുറിച്ച് തന്നെയാണ്. അന്നേരം ഗൗരവഭാവത്തിൽ ഭാമ പറയുകയാണ്, ശാലിനി, നീയും സുസ്മിതയുമായിട്ടുള്ള ശീതസമരം ഇവിടെ എല്ലാവർക്കും അറിയാം. ഇനിയും സുസ്മിതയെപ്പറ്റി എന്തെങ്കിലും കള്ളക്കഥകളുമായിട്ട് വരാനാണെങ്കിൽ അത് സത്യഭാമയുടെ അടുത്ത് വില പോകില്ല. അന്നേരം ശാലിനി പറയുകയാണ്, ഞാൻ സുസ്മിതയെപ്പറ്റി സത്യാമ്മയുടെ അടുത്ത് എന്തു പറഞ്ഞാലും അതൊന്നും വില പോകില്ല എന്ന് എനിക്കറിയാം. കാരണം മകളുടെ സ്ഥാനം ഇപ്പോൾ അവൾക്കാണല്ലോ. അതുകൊണ്ട് ഒന്നും പറയാനില്ല, കണ്ടു തന്നെ വിശ്വസിക്കാം എന്ന് പറഞ്ഞ് മൊബൈലിൽ ആ വീഡിയോ ഓണാക്കി സത്യഭാമയ്ക്ക് കൊടുക്കുകയാണ് ശാലിനി. അന്നേരം ആ വീഡിയോ കണ്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് പ്രീതിയും സത്യഭാമയും. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്